സ്വതന്ത്ര കലാസംവിധായകനായിട്ടുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ ഒരു 8 വർഷത്തോളം വളരെ പ്രഗത്ഭരായ ആർട്ട് ഡയറക്ടർമാരൊപ്പം പ്രൊഡക്ഷൻ ഡിസൈനറൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. മുമ്പ് പറഞ്ഞു, തെലുങ്ക് സിനിമയിൽ ഞാൻ വളരെ പ്രശസ്തനായ ആർട്ട് ഡയറക്ടറൊപ്പം വർക്ക് ചെയ്ത് 8 വർഷം വർക്ക് ചെയ്തിരുന്നു. ആരുടെ കൂടെയായിരുന്നു? അത് അശോക് കുമാർ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായ ആർട്ട് ഡയറക്ടർ. മലയാളി തന്നെയാണ്. ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ തെലുങ്ക് സിനിമയിൽ വരാനുള്ള കാരണം അശോക് കുമാറാണെന്ന് പറയാം. അതെനിക്ക് ഒരുപാട്, ഞാനൊരു ഏത് യൂണിവേഴ്സിറ്റിയിലും ഒരു വിശ്വവിദ്യാലയത്തിലും കിട്ടാത്തത്ര അനുഭവം ഇവരൊപ്പം വർക്ക് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ മെയിനായിട്ട് ഈ സിനിമ സംബന്ധമായ പഠനം. ശരിക്കും പറയുകയെന്ന് വെച്ചാൽ സിനിമ തന്നെ പഠിക്കുന്നത് അവിടെ വെച്ചിട്ടാണെന്ന് പറയാം. സ്വതന്ത്രമായിട്ട് ആർട്ട് ഡയറക്ഷൻ ചെയ്ത സിനിമ മാ ഇദ്ദരു മധ്യേ, നമ്മൾ 2 പേർക്കും ഇടയിൽ, അതാണ് ഇതിൻ്റെ മലയാള പേര്. ആ സിനിമയാണ് ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ആദ്യത്തെ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലും വളരെ നന്നായിട്ടുള്ള വർക്കായിരുന്നു. ഒരു മീഡിയം ബഡ്ജറ്റ് സിനിമ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഭാഗ്യം കൊണ്ട് എന്ന് ഞാൻ പറയുന്നു, ഒരുപാട് നല്ല ഡയറക്ടർമാരൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുകയുണ്ടായി. എപ്പോഴും ഒരു ആർട്ട് ഡയറക്ടർ, ഞാൻ ആലോചിക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ, ഒരു നല്ല ഡയറക്ടർ ഉണ്ടെങ്കിൽ, ഒരു നല്ല ക്യാമറാമാൻ ഉണ്ടെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ വർക്ക് ചെയ്യാൻ എപ്പോഴും സ്കോപ്പ് കൂടുന്നതാണ് എൻ്റെ വിശ്വാസം. ആർട്ട് ഡയറക്ടർ ബോധപൂർവം അയാൾക്ക് സൃഷ്ടിക്കാൻ പറ്റും, ഒരു ഡയറക്ടറുടെ ഇമാജിനേഷന് ഒരു യാഥാർത്ഥ്യവൽക്കരിക്കാൻ പറ്റും. ആ മൂഡിനെ, ആ സിനിമക്കുള്ള ഒരു മൂഡിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിൽ നല്ല നല്ല സിനിമകൾ എനിക്ക് നല്ല ഡയറക്ടറൊപ്പം തെലുങ്ക് സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അത് അധികം ഇല്ലെങ്കിൽ ഒരു 10-12 സിനിമകൾ, അത്തരത്തിൽ നല്ല സിനിമകൾ. അതിൽ വളരെ നല്ല സിനിമകൾ എന്ന് പറയാൻ ഇപ്പോൾ ഗമ്യം ഇവിടെ നല്ല രീതിയിൽ അത് കമേഴ്ഷ്യലായിട്ടും അതുപോലെ തന്നെ ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിലും, തെലുങ്ക് സിനിമയിലെ പാത്ത് ബ്രേക്കിംഗ് മൂവീസ് എന്നൊക്കെ പറയുന്നത് പോലെ നല്ല സിനിമകളുടെ കൂട്ടത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമ. അതുപോലെ തന്നെ പക്ക തെലുങ്ക് സിനിമേൻ്റെ രീതി ചിലപ്പോൾ നമ്മൾ മലയാളികൾക്ക് അറിയുമെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ്. കുറേയും കൂടി മലയാള സിനിമ എവിടെ നിൽക്കുന്നു അതിൽ നിന്ന് ഒരു 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് എൻഹാൻസ് ചെയ്യുക, അതായത് കുറച്ചും കൂടി ലൗഡറാണ്, പൊലിപ്പിച്ച് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ കൂടുതലാണ്. കലാസംവിധാന രംഗത്ത് പ്രവർത്തിക്കുന്നതിന് മുൻപ് അധ്യാപനം, ഞാൻ ബേസിക് ഒരു അക്കാഡമിക് പേഴ്സൺ ആയിരുന്നു. അത് ആദ്യം മുതൽ കോളേജുകളിൽ അധ്യാപകനായിട്ടുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ സ്കൂളിൽ അധ്യാപകനായിട്ടുണ്ട്, മുസോറി പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ അധ്യാപകനായിട്ടുണ്ട്. അതൊരു 3 വർഷക്കാലം ഞാൻ എൻ്റെ ശാന്തിനികേതൻ ബ്രേക്കിൽ 3 വർഷക്കാലം ഞാൻ ഈ മുഴുവനായിട്ടും ഓൾ ഇന്ത്യ ചുറ്റി നടന്ന ഒരു അധ്യാപക രീതിയിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ശാന്തിനികേതൻ ചിത്രം വരെ പഠിച്ചു എന്നുള്ളത് കൊണ്ടല്ല ഞാനൊരു ആർട്ട് ഡയറക്ടർ. ഞാനിപ്പോൾ ഇതിൻ്റെ ബാധ്യത കൂടുതൽ ഒരു അപ്ഡേറ്റ് ആവുക എന്നുള്ളത് എപ്പോഴും ഉണ്ട്. നമുക്കൊരു വീടുണ്ടാക്കാൻ അറിഞ്ഞു എന്നുള്ളത് എടുത്ത് നിർത്തി, വീടില്ലെങ്കിലും ഒരു സിനിമ എടുക്കാം. ആ വീട് നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ടെക്നോളജീൻ്റെ, മോഡേൺ ടെക്നോളജീൻ്റെ സപ്പോർട്ടോടുകൂടി. പക്ഷേ ആ ടെക്നോളജി ഇപ്പോൾ ഒരു ആർട്ട് ഡയറക്ടർ കൂടി അറിയുകയാണെങ്കിൽ അത് ഒരു ഡയറക്ടർക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും കമ്പ്യൂട്ടർ അറിയുന്ന ഒരാൾക്ക് ഇപ്പോൾ മീഡിയ അറിയണമെന്നില്ല, സിനിമ മീഡിയ അറിയണമെന്നില്ല. ഒരു ആർട്ട് ഡയറക്ടർക്ക് ഇത്തരത്തിലുള്ള രീതികളിലുള്ള ഒരു അറിവും കൂടി വന്നിട്ടുണ്ടെങ്കിൽ, സോ എൻ്റെ ഇപ്പോഴത്തെ ശ്രമം അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുറേയും കൂടി ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മാക്സിമം സാധ്യതകൾ, ഇതിനെല്ലാത്തിനും ഒരു പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും എനിക്ക് ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ, എനിക്കൊരു ക്യാമറാമാൻ്റെ ഒപ്പം ഒരു ആർട്ട് ഡയറക്ടർ എന്നുണ്ടെങ്കിൽ ഒരു ക്യാമറാമാൻ ഫ്രെയിം ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഒരു കാഴ്ചയാണ് എപ്പോഴും ഒരു സംഭവത്തിനെ നമ്മൾ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ്, വേ ഓഫ് സീയിങ്, നമ്മൾ എങ്ങനെ ഒന്നിനെ കാണുന്നു എന്നുള്ളതാണ് സിനിമയിൽ എപ്പോഴും, അതെങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. സോ അപ്പോൾ ഒരു ക്യാമറാമാൻ്റെ ഒപ്പം നിന്ന് ഒരു ആർട്ട് ഡയറക്ടർക്ക് അറിയാം, ആ ഭാഗം തിരിച്ചു വെക്കാതെ ഈ ഭാഗം വെച്ച് തന്നാൽ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാവും. സോ പലപ്പോഴും നമുക്കതിനെ കമ്പോസ് ചെയ്ത് വെക്കാനുള്ളൊരു ഹെൽപ്പ് ആർട്ട് ഡയറക്ടർ സൈഡിൽ നിന്നും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറേയും കൂടി എൻഹാൻസ് ചെയ്യാനും കുറേയും കൂടി റിയലായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും കഴിയുന്നു. നമുക്ക് പരിചയമുള്ള പ്രസിദ്ധരായിട്ടുള്ള മലയാളത്തിൻ്റെ പ്രസിദ്ധരായിട്ടുള്ള പല സംവിധായകരും ആർട്ട് ഡയറക്ടേഴ്സായിരുന്നു മുൻപ്. ഇപ്പോൾ ഭരതേട്ടനൊക്കെ ആർട്ട് ഡയറക്ടറായിരുന്നു, ഹരിഹരൻ സാറ് ആർട്ട് ഡയറക്ടറായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ശശിയേട്ടൻ, ഐ.വി. ശശി, പി.എൻ. മേനോനൊക്കെ ആർട്ട് ഡയറക്ടേഴ്സായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്വപ്നം സൂക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഡയറക്ഷൻ എന്നുള്ളത് അത് ആർക്കായാലും ഒരു ആഗ്രഹമുള്ള, കാരണം എന്ന് വെച്ചാൽ ഒരു സമ്പൂർണ്ണമാവുന്നത് ഒരു എൻ്റെ മുഴുവൻ ഒരു കൺട്രോളിൽ നമ്മുടെ മുഴുവൻ വിഷനും നമുക്ക് കാണിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമാൻഡ് വരുന്നത് ഒരു ഡയറക്ടർ ആകുമ്പോൾ മാത്രമാണ്. ഇതിൻ്റെ മൊത്തത്തിൽ നമുക്കൊരു കമാൻഡ്, ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ. സോ അതിൽ ആർക്ക് തിരുത്താൻ, ഒരു നല്ലൊരു ക്യാപ്റ്റൻ ആണെങ്കിൽ തിരുത്തിയിട്ട് നല്ല നേർവഴി കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് കൊണ്ട് ഒരു ക്യാപ്റ്റൻ്റെ സീറ്റ് എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സോ അതുപോലെ ഒരു സ്വപ്നം ഉണ്ട്. പിന്നെ ചെറുപ്പം അത് സംഭവിക്കുകയാണെങ്കിൽ ഏത് ഭാഷയിലായിരിക്കും സിനിമ?
തീർച്ചയായിട്ടും എനിക്ക് ഇന്നും വളരെയധികം താല്പര്യമുള്ള ഒരു ഭാഷ മലയാളമാണ്. അപ്പോൾ ഏതായാലും മലയാളത്തിലൊരു സിനിമ ഒന്നല്ല ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യാൻ പറ്റട്ടെ.